നമസ്കാരം. ചാർലി ചാപ്ലിൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ചിരി വരും. എന്നാൽ നമ്മളെല്ലാം കുടുകൂടെ ചിരിപ്പിച്ച ചാൾസ് സ്പെൻസർ ചാപ്ലിൻ എന്ന ചാർലി ചാപ്ലിൻ ഒരുപാട് വേദനകളും വിഷമങ്ങളും അനുഭവിച്ചൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ഒരിക്കലും സന്തോഷം നിറഞ്ഞതായിരുന്നില്ല. ചാപ്ലിൻ്റെ കുട്ടിക്കാലം മിക്കവാറും അനാഥാലയങ്ങളിലായിരുന്നു. 1901 അച്ഛൻ ചാൾസ് ചാപ്ലിൻ സീനിയറിൻ്റെ മരണശേഷം ചാപ്ലിനും അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ ചാർലിക്ക് 12 വയസ്സായിരുന്നു. ദാരിദ്ര്യം അവരുടെ ജീവിതത്തെ വല്ലാതെ സാരമായി ബാധിച്ചു. അമ്മയ്ക്ക് മാനസികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിനാൽ പലപ്പോഴും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നു. ഇതുമൂലം ചാപ്ലിൻ്റെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയി. അതിനുശേഷം അദ്ദേഹം ചെറിയ ജോലികൾ ചെയ്തു നടന്നു. പിന്നീട് നാടകങ്ങളിലും മറ്റും അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹം കലാരംഗത്തേക്ക് എത്തുന്നത്. ചാപ്ലിൻ്റെ അച്ഛൻ ചാൾസ് ചാപ്ലിൻ സീനിയർ ഒരു കലാകാരനായിരുന്നു. ബ്രിട്ടീഷ് മ്യൂസിക് ഹാളുകളിലെ അറിയപ്പെടുന്ന ഒരു ഗായകനും നടനുമായിരുന്നു അദ്ദേഹം. എന്നാൽ അമിതമായി മദ്യപിച്ചിരുന്ന അദ്ദേഹം കുടുംബത്തിൽ നിന്ന് അകന്നു ജീവിച്ചു. ചാപ്ലിൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ സാന്നിധ്യം വളരെ കുറവായിരുന്നു. അച്ഛൻ്റെ ഈ ജീവിതവും മരണവും ചാപ്ലിനെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. ദാരിദ്ര്യവും മദ്യപാനവും ഒരു മനുഷ്യനെ എവിടം വരെ തളർത്തുമെന്ന് അദ്ദേഹം കണ്ടു. അമ്മയുടെ അസുഖം കാരണം ചാപ്ലിനും സഹോദരനും വളരെ കഷ്ടപ്പെട്ടാണ് ജീവിച്ചിരുന്നത്. പലപ്പോഴും അനാഥാലയങ്ങളിലും മറ്റുമായിരുന്നു അവർ കഴിഞ്ഞത്. ദാരിദ്ര്യവും അരക്ഷിതാവസ്ഥയും അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തെ സാരമായി ബാധിച്ചു. ചാർലി ചാപ്ലിൻ അഭിനയിച്ച ആദ്യത്തെ ചലച്ചിത്രമാണ് മേക്കിംഗ് എ ലിവിംഗ്. കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിലുള്ള കീസ്റ്റോൺ സ്റ്റുഡിയോയിൽ വെച്ച് വെറും 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ ഈ ചിത്രം ഒരു റീൽ മാത്രമുള്ള ഹ്രസ്വഹാസ്യ സിനിമയായിരുന്നു. മേക്കിംഗ് എ ലിവിംഗ് എന്ന ആദ്യ ചിത്രത്തിന് ശേഷം 1914 ഫെബ്രുവരി 7 തന്നെ ചാപ്ലിൻ്റെ രണ്ടാമത്തെ ചിത്രം റിലീസ് ചെയ്തു. 1914 ശേഷമുള്ള ചാപ്ലിൻ്റെ ജീവിതം വളരെ സംഭവബഹുലമായിരുന്നു. അദ്ദേഹം ഒട്ടേറെ നിശബ്ദ ചിത്രങ്ങൾ സൃഷ്ടിച്ചു, സംവിധാനം ചെയ്തു, അഭിനയിച്ചു. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ 1940. ഈ ചിത്രം ചലച്ചിത്ര ചരിത്രത്തിലെ ഏറ്റവും ധീരമായ സൃഷ്ടികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. അഡോൾഫ് ഹിറ്റ്ലറെയും നാസിസത്തെയും പരിഹസിച്ചുകൊണ്ട് ചാപ്ലിൻ നിർമ്മിച്ച ഈ ചിത്രം ലോകത്തെ ഏകാധിപത്യം പിടിമുറുക്കുന്ന സമയത്താണ് പുറത്തിറങ്ങിയത്. ഈ സിനിമ അദ്ദേഹത്തിൻ്റെ ധൈര്യത്തെയാണ് കാണിക്കുന്നത്. ചാപ്ലിൻ്റെ ആദ്യത്തെ പൂർണ്ണമായ ശബ്ദചിത്രമായിരുന്നു ഇത്. കൂടാതെ അദ്ദേഹം ഒരു മികച്ച സംഗീതജ്ഞനും കൂടിയായിരുന്നു. തൻ്റെ പല സിനിമകളുടെയും സംഗീതം സ്വയം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ചാപ്ലിൻ്റെ സിനിമകൾ ശരിക്കും ഓരോ കലാസൃഷ്ടികളാണ്. സിറ്റി ലൈറ്റ്സ്, മോഡേൺ ടൈംസ്, ദ ഗോൾഡ് റഷ് തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സിനിമകളായി കണക്കാക്കപ്പെടുന്നു. ഈ സിനിമകളിലൊക്കെ അദ്ദേഹം തമാശയിലൂടെ ഗൗരവമേറിയ സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. സൈലന്റ് ഫിലിം കാലഘട്ടത്തിന് ശേഷം ശബ്ദചിത്രങ്ങൾ വന്നപ്പോഴും അദ്ദേഹം തൻ്റെ തനതായ ശൈലി നിലനിർത്തി. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇന്നും ആസ്വാദകരെ അത്ഭുതപ്പെടുത്തുന്നവയാണ്. ചാപ്ലിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളിലൊന്ന് അമേരിക്കയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ നിഷ്കാസനമാണ്. രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ 1950കളുടെ തുടക്കത്തിൽ അദ്ദേഹത്തിന് സ്വന്തം രാജ്യം വിടേണ്ടി വന്നു. ഇത് അദ്ദേഹത്തെ വല്ലാതെ തളർത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ അഭയം തേടുകയും അവിടെയായിരുന്നു അവസാനകാലം ജീവിച്ചത്. അവിടെ വെച്ചാണ് അദ്ദേഹം തൻ്റെ ആത്മകഥ എഴുതുന്നതും അവസാന ചിത്രമായ അക്കൗണ്ട്സ് ഫ്രം ഹോങ്കോങ് സംവിധാനം ചെയ്യുന്നതും. കുടുംബത്തോടൊപ്പം ശാന്തമായ ഒരു ജീവിതം നയിക്കാൻ അദ്ദേഹത്തിന് അവിടെ സാധിച്ചു. അദ്ദേഹം 4 തവണ വിവാഹം കഴിച്ചു. മൈൽഡ്രഡ് ഹാരിസ്, ലിറ്റ ഗ്രേ, പോളറ്റ് ഗോദാർഡ്, ഊന ഒനീൽ എന്നിവരെ. ആകെ 11 കുട്ടികളുണ്ടായിരുന്നു. ഇതിൽ 8 പേർ അവസാന പത്നിയായ ഊനയിലുള്ളവരാണ്. കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെന്ന ആരോപണത്തെ തുടർന്ന് അമേരിക്കയിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു. തുടർന്ന് അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ അഭയം പ്രാപിക്കുകയും മരണം വരെ അവിടെ താമസിക്കുകയും ചെയ്തു. 1972 അദ്ദേഹം ഹോണററി ഓസ്കാർ സ്വീകരിക്കുന്നതിനായി അമേരിക്കയിലേക്ക് തിരിച്ചെത്തി. 1975 അദ്ദേഹത്തിന് നൈറ്റ്ഹുഡ് പദവി ലഭിച്ചു. 2 വർഷത്തിന് ശേഷം അദ്ദേഹം അന്തരിച്ചു. സ്വിറ്റ്സർലൻഡിൽ അദ്ദേഹത്തിനൊരു വലിയ വസതിയും എസ്റ്റേറ്റും ഉണ്ടായിരുന്നു. അതിപ്പോൾ ഒരു മ്യൂസിയമാണ്. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ഈ വീട് ഇന്ന് ഒരു വലിയ മ്യൂസിയമാക്കി മാറ്റിയിട്ടുണ്ട്. ചാപ്ലിന് തൻ്റെ ജീവിതകാലത്ത് നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1973 ഓസ്കാർ അവാർഡ് ലഭിച്ചു. 1977 ക്രിസ്മസ് ദിനത്തിൽ അന്തരിച്ച അദ്ദേഹത്തെയും പത്നി ഊനയെയും വേവിയിലെ ശ്മശാനത്തിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ലോക സിനിമയിലെ കറുപ്പും വെളുപ്പും കലർന്ന വിസ്മയമായിരുന്നു ചാർലി ചാപ്ലിൻ.
വാക്കുകളേക്കാൾ വലിയ അർത്ഥങ്ങൾ തൻ്റെ ചലനങ്ങളിലൂടെ അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു. എന്നാൽ നിശബ്ദ സിനിമകളുടെ കാലം അവസാനിക്കാറായപ്പോൾ ചാപ്ലിൻ തൻ്റെ ശബ്ദം ആദ്യമായി ലോകത്തിന് കേൾപ്പിച്ചു. അത് 1936 പുറത്തിറങ്ങിയ മോഡേൺ ടൈംസ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു. വാക്കുകളില്ലാത്ത ലോകത്തെ രാജാവ് ആദ്യമായി സംസാരിച്ചപ്പോൾ അത് അർത്ഥമില്ലാത്ത വാക്കുകളായിരുന്നു. പക്ഷേ ആ ശബ്ദത്തിന് ലോകം മുഴുവൻ അർത്ഥമുണ്ടായിരുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നമസ്കാരം.